ഏവർക്കും ഹാർദവമായ സ്വാഗതം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 48-ാം വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ സാധാരണ മനുഷ്യരായ നമുക്ക് സൽഗുണപൂർണരായി തീരുവാൻ സാധ്യമാകുമോ അല്ലയോ എന്ന് പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട്. യേശു പറയുന്നു, എൻ്റെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണർ ആയിരിപ്പീൻ. ദൈവത്തെ പോലെ നമുക്ക് സൽഗുണ പൂർണ്ണത പ്രാപിപ്പാൻ സാധ്യമാണോ? ഇത് മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അല്പം കടുത്ത കൈയല്ലേ എന്ന് വളരെ ആകുലതയോടെ എന്നോട് ആരാഞ്ഞറിഞ്ഞ ചോദിച്ച അനേക ആളുകളെ ഈ സമയത്തിന് ഓർക്കാൻ സാധിക്കും. ആ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ അതിൻ്റെ പിറകിൽ നിശ്ചയമായ ഒരു വിശ്വാസം പതിയിരിപ്പുണ്ട്. അതെന്താണ്? മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സൽഗുണപൂർണത എന്നത് തികച്ചും അപ്രാപ്യമായ ഒരവസ്ഥയാണ്. ഒരു വിധത്തിലും ആർക്കും ചെന്ന് പറ്റുവാൻ സാധ്യമല്ലാത്തൊരു ലക്ഷ്യമാണ് സൽഗുണപൂർണത എന്നുള്ളത്. അതുകൊണ്ട് തന്നെ യേശു ഇപ്രകാരം നിർദ്ദേശിച്ചത് കാര്യമായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല എന്ന ഒരു നിഗമനത്തിലാണ് ബഹുഭൂരിപക്ഷം ആളുകളും സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്ന് മാത്രവുമല്ല, ഞാൻ എന്നെപ്പറ്റി ഒരു വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ ഞാനും ഈ ചിന്താക്കുഴപ്പം വളരെയധികം അനുഭവിച്ചിരുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം യേശു ഇപ്രകാരമുള്ള ഉത്ബോധനത്തിൽ കൂടെ, പഠിപ്പീരിൽ കൂടെ സത്യത്തിൽ എന്താണ് ഉദ്ദേശിച്ചത് എന്നത് മനസ്സിലാക്കാൻ കഴിയാഞ്ഞത് കൊണ്ടാണ് ഈ ഒരവസ്ഥയിലേക്കായിപ്പോയത് എന്നതാണ് ഇപ്പോൾ എനിക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ പ്രസ്താവനയുടെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്താണ്? വാട്ട് ഈസ് ദ ട്രൂ ആൻഡ് റിയൽ മീനിങ് of this very important and memorable, significant teaching of Jesus Christ? ഇതാണ് നമ്മുടെ അന്വേഷണ വിഷയം. അപ്പോൾ ആദ്യമായിട്ട് ഇത് സ്പഷ്ടമായി നാം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇതുകൊണ്ട് യേശു എന്ത് ഉദ്ദേശിക്കുന്നില്ല എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ. കാരണം ഈ വിഷയത്തിലാണ് എനിക്ക് വളരെയധികം ചിന്താക്കുഴപ്പം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ പഠിപ്പീരിൽ ഞാൻ അധിക നാൾ തഴഞ്ഞിട്ടിരുന്നത്. കാരണം ആ വിധത്തിൽ യേശുവിൻ്റെ വാക്കുകളെ തെറ്റിദ്ധരിച്ചാൽ, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥത്തെ തെറ്റിദ്ധരിച്ചാൽ, ഒരിക്കലും അതിനെ ഗൗരവത്തോടെ അർത്ഥവത്തായി പരിഗണിക്കുവാൻ ആർക്കും സാധ്യമല്ല. ദീർഘനാൾ എനിക്കും അതിന് കഴിഞ്ഞിരുന്നില്ല. എന്നതുകൊണ്ട് എന്നെ കേൾക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന ഏവർക്കും ഞാനിപ്പോൾ ഏവരുമായി പങ്കിടുവാൻ ശ്രമിക്കുന്ന വെളിപ്പെടുത്തൽ ആശ്വാസവും പ്രത്യാശയും പ്രചോദനവും നൽകുവാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യമായി യേശു ഉദ്ദേശിക്കാത്തത് എന്താണ്? ഒരു കാര്യം വളരെ വ്യക്തമാണ്. എല്ലാ സൽഗുണങ്ങളുടെയും പൂർണ്ണത എല്ലാവരിലും ഒന്നുപോലെ ഉണ്ടാകണം എന്ന് യേശു ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ഉദ്ദേശിക്കുന്നത് ഒരു കാലത്തും ന്യായമല്ല. അത് ഒരു മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ലക്ഷ്യവുമല്ല. ഒരു കാര്യം നമുക്ക് വ്യക്തമായി അറിയാവുന്നത്, ദൈവം മനുഷ്യരോട് ഇടപെടുന്നത് അവർക്ക് നൽകിയിട്ടുള്ള താലന്തുകളുടെയും സാധ്യതകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്ന് യേശു വളരെ വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് താലന്തുകളുടെ ഉപമയിലാണ്. അവിടെ 3 ഭൃത്യന്മാരുണ്ട്. 3 പേർക്കും വ്യത്യസ്തമായ താലന്തുകൾ നൽകുന്നു. ആ നൽകിയിരിക്കുന്ന താലന്തുകൾ എപ്രകാരം ആളുകൾ പ്രയോജനപ്പെടുത്തുന്നു അതനുസരിച്ചാണ് ആ വ്യക്തികളെ ഒന്നുകിൽ നല്ലവരും വിശ്വസ്തരുമായ ദാസന്മാരെന്നോ അല്ലെങ്കിൽ നികൃഷ്ടനായ ദാസനെന്നോ വിശേഷിപ്പിക്കുന്നത് എന്ന് നമുക്ക് ആ ഉപമയിൽ കൂടെ വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. കൂടുതലായി വിശദീകരിക്കേണ്ട ആവശ്യമില്ല തന്നെ. അപ്പോൾ വളരെ അടിസ്ഥാനപരമായ, ഒരു കാലത്ത് മാറ്റമില്ലാത്ത, നമുക്ക് ഏവർക്കും പ്രത്യാശയും ആത്മധൈര്യവും പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഒരു ആത്മീയമായ വെളിപ്പെടുത്തൽ ആ ഉപമയിലുണ്ട്. അതെന്താണ്?
നമുക്ക് നൽകിയിട്ടില്ലാത്ത താലന്തുകളോ അടിസ്ഥാനമോ സാധ്യതകളോ അപേക്ഷിച്ച് അല്ലെങ്കിൽ അതിനെ പരാമർശിച്ച് അല്ലെങ്കിൽ അതിനെ കേന്ദ്രീകരിച്ച് നമ്മളിൽ നിന്ന് ദൈവം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ദൈവം നീതിമാനാണ്. ദൈവം മനുഷ്യരോട് കാണിക്കുന്ന നീതിയുടെ സാരാംശങ്ങളിൽ ഒന്ന്, നമ്മെ ഏൽപ്പിച്ചതിന് മാത്രം നമുക്ക് കണക്ക് പറഞ്ഞാൽ മതി എന്നതാണ്. എന്നാൽ നമ്മെ ഏൽപ്പിച്ചതിന് നാം കണക്ക് പറയേണ്ടി വരും. അതും നീതിയുടെ തന്നെ ഭാഗമാണ്. കാരണം ദൈവം നമുക്ക് നൽകുന്ന താലന്തുകൾ വിലയേറിയതാണ്. അതിന് ദൈവം വലിയ വില കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ താലന്തുകളുടെ വില മാനിക്കുവാൻ നമുക്ക് ഒരു കടമയുണ്ട്. അതിനെ തുച്ഛീകരിക്കുന്നത് അപകടം വരുത്തി വയ്ക്കുന്ന ഒരു നിലപാട് തന്നെയാണ്. അത് ദൈവത്തിന് നമ്മോട് കോപമുണ്ടായിട്ടല്ല, നാം നമ്മോട് തന്നെ അനീതി ചെയ്യുമ്പോൾ അതിൻ്റേതായ തിക്തഫലം നമുക്ക് അനുഭവിക്കേണ്ടി വരും എന്നതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ ചെറുപ്പത്തിൽ നമ്മളെ സൺഡേ സ്കൂളിലൊക്കെ പഠിപ്പിച്ചതിന് ശേഷം ഉപദേശിമാരും സുവിശേഷകരും കത്തനാരന്മാരും മെത്രാന്മാരും ഒക്കെ പഠിപ്പിച്ചതുപോലെ ആരെങ്കിലും പാപം ചെയ്യുന്നുണ്ടോ എന്ന് ടെലിസ്കോപ്പും മൈക്രോസ്കോപ്പും വെച്ച് ഫിറ്റ് ചെയ്ത് ദൈവം ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയല്ല. പാപം ചെയ്യുന്നവനെ ഉടനെ പിടിച്ച് നരകത്തിലോട്ട് തള്ളി, അല്ലെ അവൻ്റെ കാലൊടിച്ച് കൈ ഒടിച്ച്, അല്ലെ അവൻ്റെ മേൽ പാണ്ടിലൂറി കയറത്തക്കവണ്ണം ഉള്ള സാഹചര്യങ്ങളൊരുക്കി അങ്ങനെയുള്ള ദൈവത്തെ അല്ല യേശുക്രിസ്തു വെളിപ്പെടുത്തിയത്. എല്ലാവരെയും സ്നേഹിക്കുന്ന സ്വർഗസ്ഥനായ പിതാവായിട്ടാണെന്ന് ദൈവത്തെ അറിയേണ്ടത് എന്ന ശ്രദ്ധേയമായ വെളിപ്പെടുത്തലിൻ്റെ ആ വെളിച്ചത്തിൽ വേണം നാം ബാക്കി എല്ലാം മനസ്സിലാക്കണം. അതുകൊണ്ട് ദൈവം മനുഷ്യനോട് ഇടപെടുമ്പോൾ അതിൽ തികച്ചും നീതിയും ആർദ്ര കരുണയും ഉണ്ടായിരിക്കും, സംശയമില്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. എല്ലാ ഗുണങ്ങളുടെയും എല്ലാ സൽഗുണങ്ങളുടെയും പൂർത്തീകരണമായ അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണത പ്രാപിക്കുന്ന ഒരു അവസ്ഥയിൽ ആരും എത്തിച്ചേരുകയില്ല. അതല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നിങ്ങളുടെ പിതാവായ ദൈവം സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ എൻ്റെ പിതാവായ ദൈവം സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങൾ സൽഗുണപൂർണനാകുക എന്ന് പറയുമ്പോൾ ദൈവം എല്ലാ സൽഗുണങ്ങളുടെയും പൂർണ്ണതയിലാണല്ലോ, അതുകൊണ്ട് ഞങ്ങളും അങ്ങനെ ആയിത്തീരണ്ടേ? അങ്ങനെയല്ല എൻ്റെ അർത്ഥം. ദൈവത്തിൽ എല്ലാ സൽഗുണങ്ങളുമുണ്ട്. രണ്ടാമത്, ആ സൽഗുണങ്ങളുടെ പൂർണ്ണതയിലാണ് ദൈവം സ്ഥിതി ചെയ്യുന്നത്. അത് ദൈവത്തിൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ നിങ്ങളിൽ ചില സൽഗുണങ്ങളുണ്ട്, അത് നിങ്ങൾ തിരിച്ചറിയുകയും അവയുടെ പൂർണ്ണത പ്രാപിപ്പാൻ തക്കവണ്ണം നിങ്ങൾ ഏറ്റവും ശ്രദ്ധേയമായി കരുതുകയും അതിനുവേണ്ടി നിങ്ങൾ കാംക്ഷിക്കുകയും അധ്വാനിക്കുകയും ചെയ്യണം എന്നതാണ് പഠിപ്പീര്. നമ്മൾ ഓരോരുത്തരും ദൈവമാണെന്നല്ല പഠിപ്പീര്. നമ്മൾ വളരെ വളരെ പരിമിതമായ സാധ്യതകളുള്ള വ്യക്തികളാണ്. പക്ഷെ നമ്മളിലുള്ള സാധ്യതകളുടെ ഉള്ള കഴിവിൻ്റെ സാധ്യതകൾ വളരെ അപാരമാണ്. എല്ലാ കഴിവുകളിലും നമ്മളിലില്ല. തികച്ചും തുച്ഛമായ കഴിവുകളായിരിക്കും, പക്ഷേ അതിൻ്റെ സാധ്യതകൾ വളരെ അപാരമാണ്. ആ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന നമുക്ക് നൽകിയിട്ടുള്ള സാധ്യതകളുടെ പൂർണ്ണത അന്വേഷിക്കണം എന്ന് മാത്രമേ യേശു പറഞ്ഞിട്ടുള്ളൂ. ഏതെങ്കിലും നല്ല ഗുണമില്ലാതെ, സൽഗുണമില്ലാതെ ലോകത്തിൽ ആരെയും ദൈവം സൃഷ്ടിച്ചിട്ടില്ല എന്നത് പരമമായ സത്യമാണ്. എന്നിൽ യാതൊരു മേന്മയുമില്ല എന്ന് നടിച്ച് ആ അസത്യത്തെ ആത്മാർത്ഥമായി വിശ്വസിച്ച് മനുഷ്യർക്ക് അവരുടെ ജീവിതത്തെ പാഴാക്കി കളയാൻ കഴിയും. അതിനുള്ള സർവ്വ പ്രോത്സാഹനവും സഭകളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം പുരോഹിതൻ കണ്ണു തുറന്നാൽ കാണുന്നത് മുഴുവൻ പാപികളെയാണ്. ആരിലും ഒരു നന്മയുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി. ദൈവ തേജസ് ഇല്ലാത്തവരായി എന്നതുകൊണ്ട് അവരുടെ ഉള്ളിൽ നന്മയുടെ സാധ്യതകളില്ല എന്ന് എവിടെയെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടോ? യേശു പറയുന്നത്, നിങ്ങൾ എത്ര നികൃഷ്ടജീവികളാണെങ്കിലും, നിങ്ങൾ എത്രമാത്രം അധപ്പതത്തിൻ്റെ പടുകുഴിയിൽ ആണ്ടുപോയിരുന്നാലും നിങ്ങളുടെ ഉള്ളിൽ കത്തിച്ച് വെച്ച ഒരു വിളക്കുണ്ട്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 14, 15, 16 വാക്യങ്ങളിൽ തന്നെയാണ് പറയുന്നത്. യാതൊരു വിധത്തിലും തെറ്റിദ്ധരിക്കാൻ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുവാൻ ഇടമില്ലാത്ത വിധത്തിൽ സ്പഷ്ടമായി യേശു പറയുന്നത്,
നിങ്ങൾ ഏറ്റവും നികൃഷ്ടമെന്ന് കരുതുന്ന വ്യക്തിയുടെ ഉള്ളിലും അല്ലെങ്കിൽ വ്യക്തികളുടെ ഉള്ളിലും കത്തിച്ചു വെച്ച വിളക്കുകളുണ്ട്. അത് പൂർണ്ണമായി ശോഭിക്കട്ടെ എന്നാണ് ഈശോ പറയുന്നത്. നിൻ്റെ വ്യക്തിത്വം ഇപ്പോഴെങ്ങനെയാണ്? വിളക്ക് കത്തിച്ചത് പറയിൻ കീഴെ വെച്ചിരിക്കുകയാണ്. ഉള്ളിൽ വെളിച്ചമുണ്ട്, പക്ഷേ അത് വെളിയിലേക്ക് വരുന്നില്ല. അപ്പോൾ ആ വെളിച്ചത്തിന് പൂർണ്ണത പ്രാപിപ്പാനുള്ള സാധ്യത നിരാകരിക്കപ്പെട്ടിരിക്കുന്നു. അതതിൻ്റെ പൂർണ്ണതയിൽ പ്രകാശിക്കട്ടെ. അപ്പോൾ ആ ഭവനത്തിൽ മുഴുവനും വെളിച്ചമുണ്ടാകുകയും അത് വലിയ അനുഗ്രഹമായി തീരുകയും ചെയ്യുമെന്നാണ് യേശു പറയുന്നത്. വല്ല സംശയമുണ്ടോ? അതും താലന്തുകളുടെ ഉപയോഗമായും കൊടുത്ത് ചേർത്ത് വായിക്കുമ്പോൾ യാതൊരു സംശയത്തിനും ഇടമില്ലാത്ത വിധത്തിൽ ഈ ആത്മീയമായ സത്യം നമുക്ക് വളരെ സുതാര്യതയോടെ സ്പഷ്ടമായി വെളിപ്പെട്ട് വരികയാണ്. ദൈവം മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എല്ലാ ഗുണങ്ങളുടെയും എല്ലാ സൽഗുണങ്ങളുടെയും പൂർണ്ണത എന്ന അവസ്ഥയല്ല. ഓരോ വ്യക്തികൾക്കും അവരുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയിൽ അടങ്ങിയിരിക്കുന്ന ആത്മീയമായ ദൈവികമായ സാധ്യതകൾ അതിൽ ഏറ്റക്കുറച്ചിലുണ്ടാകാം. താലന്തുകളുടെ ഉപമയിൽ അത് സൂചിപ്പിക്കുന്നുണ്ടല്ലോ. ഒരുത്തന് 5 താലന്ത്, മറ്റൊരുത്തന് 2 താലന്ത്, വേറൊരുത്തന് 1 താലന്ത്. അങ്ങനെ ഏറ്റക്കുറച്ചിലുണ്ട്. പക്ഷേ 5 താലന്ത് കിട്ടിയവൻ 5ഉം കൂടെ സമ്പാദിച്ച് 10 ആക്കിയപ്പോൾ അവൻ ഏത് അഭിനന്ദനമാണോ അവൻ്റെ യജമാനിൽ നിന്ന് ലഭിച്ചത്, അതേ അഭിനന്ദനമാണ് 2 താലന്ത് മാത്രം കിട്ടിയവൻ അത് വിപുലീകരിച്ച് 4 ആക്കിയപ്പോൾ അവന് ലഭിച്ചത്. അത് മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്നാണ് യേശു പറയുന്നത്. അതേസമയം 1 താലന്ത് കിട്ടിയതുകൊണ്ട് കുഴിച്ചിട്ടു, അവനതിൻ്റെ പൂർണ്ണതയെ അവഹേളിച്ചു, അതിൻ്റെ വില അവൻ ഇടിച്ചു കളഞ്ഞു, അതുകൊണ്ട് അവൻ ദുഷ്ടദാസനായി എന്നാണ് അവിടെ പഠിപ്പിയത്. ഇത് വളരെ വളരെ ശ്രദ്ധേയമാണ്. ജീവിത യാഥാർത്ഥ്യങ്ങളോട് ഇത്രമാത്രം നീതി പുലർത്തുന്ന മറ്റൊരു കാഴ്ചപ്പാട് എനിക്ക് വിഭാവന ചെയ്യാൻ പോലും സാധ്യമല്ല. അതുകൊണ്ട് നാം ഈ സുപ്രധാനമായ ഉത്ബോധനത്തെ അതിൻ്റേതായ അർത്ഥത്തിൽ മനസ്സിലാക്കണം. ലോകത്തിലുള്ള എല്ലാ സൽഗുണങ്ങളുടെയും പൂർണ്ണത ഒരു വ്യക്തിയിൽ നിന്ന് ആരും പ്രതീക്ഷിക്കരുത്. അങ്ങനെ ഒരു വ്യക്തി ലോകം കണ്ടിട്ടില്ല. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ യേശുക്രിസ്തു മാത്രമായിരുന്നു എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ, നീതിമാനും കാരുണ്യവാനുമായ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്ത് എന്തായാലും അതിൻ്റെ പൂർണ്ണതയിൽ നാം പ്രവർത്തിക്കണം. അതിൻ്റെ പൂർണ്ണതയിൽ നാം നമ്മുടെ ജീവിതത്തെ ധന്യമാക്കണം. മറ്റുള്ളവരോടുള്ള ബന്ധം നിലനിർത്തണം. നമ്മുടെ സാഹചര്യങ്ങൾ നാം കൈകാര്യം ചെയ്യണം. നമ്മുടെ സാക്ഷ്യം തികയ്ക്കണം എന്നതാണ് ഉദ്ദേശം. ഇത് കുറച്ചുകൂടെ വ്യക്തമാക്കുന്നതിന് വളരെ സുപ്രധാനമായ പഴയ നിയമത്തിൽ നിന്ന് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ യേശു ഉദ്ധരിച്ചിട്ടുള്ളൂ എന്ന് നമുക്കറിയാം. എന്നാൽ യേശു ഉദ്ധരിച്ച ഒരു ഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ ദൈവത്തെ എങ്ങനെയാണ് മനുഷ്യർ സ്നേഹിക്കേണ്ടത് എന്ന് പറയുമ്പോൾ, നിൻ്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം. അവിടെ പൂർണ്ണം എന്നത് 4 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ ശ്രദ്ധേയമാണ്. വേദപുസ്തകത്തിൽ ആവർത്തനം എന്നത് വളരെ വളരെ വിരളമാണ്. ആവർത്തന പുസ്തകമുണ്ട്, അതല്ല ഞാൻ പറയുന്നത്. ഏതെങ്കിലും കാര്യം ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, എല്ലാവർക്കും ദൈവം 4 താലന്തുകൾ കൊടുത്തിട്ടുണ്ട്. ആത്മാവ്, ഹൃദയം, മനസ്സ്, ശക്തി അല്ലെങ്കിൽ ശരീരം. ഇതുണ്ടല്ലോ, ഇതില്ലാത്ത ആരുമില്ലല്ലോ. അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ടോ? ആത്മാവിൻ്റെ പൂർണ്ണതയിൽ, ഹൃദയത്തിൻ്റെ പൂർണ്ണതയിൽ. ഹൃദയം കവിഞ്ഞ് ആരെയെങ്കിലും നാം സ്നേഹിച്ചിട്ടുണ്ടോ? ഹൃദയം കവിഞ്ഞൊഴുകുമാറ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആഹ്ലാദം, സന്തോഷം നാം അനുഭവിച്ചിട്ടുണ്ടോ? ഹൃദയം ഉരുകുമാറ് നാം ഒരു സഹജീവിയുടെ അവസ്ഥയോട് പ്രതികരിച്ചിട്ടുണ്ടോ? മനസ്സ് പ്രകാശം കൊണ്ട് നിറയത്തക്ക വിധത്തിൽ ആ അവസ്ഥയിൽ നാം ഏതെങ്കിലും അവസരത്തിൽ വല്ലപ്പോഴുമെങ്കിലും ജീവിതത്തിൽ എത്തിയിട്ടുണ്ടോ? നമ്മുടെ ശരീരത്തിൻ്റെ പൂർണ്ണ ഊർജത്തെ ഉപയോഗിക്കുന്ന ഒരവസ്ഥയിൽ ആവേശഭരിതരായി ഉത്സാഹത്തിൻ്റെ തിമിർപ്പിൽ നാം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലാൻ കാംക്ഷിക്കുന്നത് പോലെ
എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നിലേക്ക് പകരുവാൻ അടുക്കുവാൻ താല്പര്യപ്പെടുന്നു. ആ അവസ്ഥ അത് പൂർണ്ണതയുടെ അവസ്ഥയാണ്. അത് എല്ലാവർക്കും സാധിക്കുന്നതാണ്. ആ അവസ്ഥ നിങ്ങൾ പ്രാപിക്കണമെന്നാണ്. അതിനു പകരം മനുഷ്യരുടെ അവസ്ഥ എന്താണ് എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. സത്യത്തിലെ സഭയുടെ അവസ്ഥ എന്താണ്? നിനക്ക് ജീവനുണ്ട് എന്ന പേരുണ്ടെങ്കിൽ നീ മരിച്ചവനാണ്. യു ഹാവ് ദ നെയിം ഓഫ് ബീയിങ് ലൈഫ് ബട്ട് യു ആർ ഡെഡ്. ലൗദോക്കിയയിലെ സഭയുടെ അവസ്ഥ എന്താണ്? നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാണ്. അപ്പോൾ ഇത് എല്ലാം നാം കൂട്ടി വായിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും. ദൈവം നമ്മളെന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മെ എപ്രകാരം സൃഷ്ടിച്ചു, നമ്മെ എവിടെ ആക്കി വെച്ചിരിക്കുന്നു, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകളും നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന സാധ്യതകളുമൊക്കെ എന്താണ്, അവയെ വിലമതിച്ച് അവയോട് നീതി പാലിച്ച് അതിൻ്റെ സാധ്യതകളെ അതിൻ്റെ പൂർണ്ണതയിൽ അന്വേഷിക്കുകയും അറിയുകയും മാത്രമല്ല, അങ്ങനെ അറിയുന്നത് കൊണ്ട് മറ്റുള്ളവരിലേക്ക് പകരുകയും അതിൻ്റെ ഗുണഫലം അനേകം ആളുകൾ അനുഭവിക്കുന്നത് കൊണ്ട് ജീവിക്കുന്ന ഒരു ദൈവം, ദയാലുവായ ദൈവം, നീതി പാലിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് അവിശ്വാസികൾ പോലും സമ്മതിക്കത്തക്കവണ്ണമുള്ള ഒരു അസ്തിത്വം നിങ്ങൾ മുഖാന്തരം ലോകത്തിൽ ഉണ്ടാകണം. ആ അർത്ഥത്തിലാണ് പറയുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അങ്ങനെ സൽഗുണപൂർണത ഞാൻ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുത്തിയ അർത്ഥത്തിൽ സൽഗുണപൂർണത പ്രാപിക്കുന്ന ഒരു വ്യക്തി എവിടെയായിരുന്നാലും ആ വ്യക്തിയുടെ ആ അസ്തിത്വത്തെ വെളിച്ചമായിട്ടാണ് മറ്റുള്ളവർ അനുഭവിക്കുക. അങ്ങനെയുള്ള മനഃപൂർവ്വം തെറ്റിദ്ധരിക്കാൻ ആൾക്ക് കഴിയും, സമ്മതിക്കുന്നു. പക്ഷേ ആവശ്യത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നന്മ ചെയ്യുന്ന ആളുകളെ തെറ്റിദ്ധരിക്കുന്നത് കൊണ്ട് വലിയ നേട്ടമൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെയുള്ള ആളുകളുടെ സാമീപ്യം ഒരു വെളിച്ചം പോലെ അവരനുഭവിക്കും, സംശയമില്ല. അപ്പോൾ ഇത് നാം പ്രത്യേകം വളരെ വ്യക്തമായി ധരിക്കുകയും പ്രത്യേകിച്ച് മാതാപിതാക്കന്മാർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യേണ്ട വലിയ ഒരാശയമാണ്. യേശുവിൻ്റെ ആശയമാണ്. ഇതിനപ്പുറത്തൊരു നന്മ വിഭാവന ചെയ്യാൻ ഈ ഉള്ളവന് കഴിയുകയില്ല. ഇനിയും ഇത് കുറച്ചുകൂടെ മനസ്സിലാക്കുന്നതിന് ചില ഉദാഹരണങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചിന്ത ഉപസംഹരിക്കുന്നതാണ്. നമുക്കറിയാം, യേശു യെരൂശലേം ദേവാലയത്തിലായിരുന്നപ്പോൾ അവിടെ ആളുകൾ കൊണ്ട് അവർ ദാനധർമ്മങ്ങളിടുന്ന ആ സ്ഥലത്ത് ഒരു വിധവയായ സ്ത്രീ വന്ന് 2 കൊച്ച് ചില്ലിക്കാശ് അവിടെ ഇട്ടു. അത് കണ്ട് യേശു വളരെ അത്ഭുതപ്പെട്ട് സന്തോഷിച്ച് അവിടെ നിന്നിരുന്ന എല്ലാവരുടെയും ശ്രദ്ധ അവളിലേക്ക് തിരിക്കുന്ന സംഭവം അല്ലേ? അവിടുത്തെ മർമ്മം എന്താണ്? അവൾ ഒരു കോടീശ്വരി ആയതുകൊണ്ടല്ല, അവളുടെ അവസ്ഥയുടെ പൂർണ്ണത പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് തനിക്കുണ്ടായിരുന്ന സർവവും പൂർണ്ണത സർവവും അവിടെ സമർപ്പിച്ചത്, വഴിപാടായി സമർപ്പിച്ചത്. അത് നൽകിയ ദാനത്തിൻ്റെ വലിപ്പമല്ല, അത് പൂർണ്ണതയുടെ പ്രകാശമാണ്. ആ വിധവ അവിടെ അർപ്പിച്ചത് 2 കൊച്ചു നാണയത്തുട്ടുകളല്ല. ആ വിധവ ദൈവത്തിന് വേണ്ടി അവിടെ അർപ്പിച്ചത് അവളുടെ പൂർണ്ണതയുടെ പ്രകാശമാണ്. അത് ലോകത്തിൻ്റെ പ്രകാശമായ യേശുവിൻ്റെ കണ്ണിൽ പെടാതിരിക്കാൻ യാതൊരു മാർഗവുമില്ല. അതുകൊണ്ടാണ് ചരിത്രം നിലനിൽക്കുന്നിടത്തോളം കാലം ഓർമ്മിക്കത്തക്കവണ്ണം ആ സ്ത്രീയുടെ ഉദാഹരണം അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് എന്ന് മാത്രം ഹ്രസ്വമായി പരാമർശിക്കാൻ മാത്രമേ ഇപ്പോൾ നമുക്ക് സാധ്യമാകുകയുള്ളൂ. ഞാൻ താലന്തുകളുടെ ഉപമയെ പറ്റി പരാമർശിച്ചു. അത് ഈ സമയത്ത് വളരെ പ്രസക്തമാണ്. കൂടുതലായി സമയം അതിനുവേണ്ടി എടുക്കുന്നില്ല. ഞാൻ വേറൊരു ഉദാഹരണത്തിലേക്ക് പോട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു ഒരു പുരുഷാരത്തെ പോഷിപ്പിക്കുന്ന സംഭവമുണ്ട്. അവിടെ വളരെ ശ്രദ്ധേയമായ കാര്യം, എൻ്റെ ദൃഷ്ടിയിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഒരു ബാലൻ്റെ കയ്യിലെ ഭക്ഷണപ്പൊതിയാണ് ഉപയോഗിച്ചത് എന്നുള്ളതാണ്. ആ ബാലൻ്റെ പ്രത്യേകത എന്താണ്? എന്തുകൊണ്ടാണ് ബാലന് സുവിശേഷത്തിൽ എന്നേക്കുമായി ഇടം പിടിക്കുവാനിടയായത്? അവനും ഈ പൂർണ്ണതയുടെ മർമ്മത്തിൽ പ്രവർത്തിച്ചു എന്നതുകൊണ്ടാണ്. അവനുണ്ടായിരുന്നതെല്ലാം അവൻ്റെ പൂർണ്ണത അവൻ യേശുവിനെ സമർപ്പിച്ചു. അതുകൊണ്ടാണ്
അങ്ങനെ നാം ആരെങ്കിലും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണത ദൈവത്തിൽ സമർപ്പിക്കുമെങ്കിൽ 5000 പേർ പോഷിപ്പിക്കപ്പെടും, 50,000 പേർ പോഷിക്കപ്പെടും എന്നതിന് യാതൊരു സംശയമില്ല. അതിൻ്റെ ഉദാഹരണമാണ് മദർ തെരേസ, യാതൊരു സംശയവും വേണ്ട. അതിൻ്റെ ഉദാഹരണമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമുക്ക് വിലയേറിയതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് യേശു ക്രിസ്തു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് എക്കാലത്തും പ്രവർത്തിക്കുന്ന ആത്മീയ മർമ്മം ഇത് തന്നെയാണ്. മറന്നു പോകരുത്, ഒരു ബാലൻ്റെ കയ്യിലെ ഭക്ഷണപ്പൊതി അത് അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണതയുടെ പ്രതീകമായി യേശുവിൻ്റെ കരങ്ങളിലെത്തിയാൽ അതുകൊണ്ട് ഒരു പുരുഷാരത്തിൻ്റെ വിശപ്പടക്കും ശമിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. അതിൽ അതിശയോക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതങ്ങനെ തന്നെ സംഭവിക്കും. അത് ആത്മീയതയുടെ യുക്തിയാണ്. ഞാൻ ആത്മീയതയുടെ ഒരു യുക്തിവാദിയാണ്. രണ്ട് തരത്തിലുള്ള യുക്തിവാദികളുണ്ട്. ദൈവമില്ല എന്ന് പറയുന്ന യുക്തിവാദികളുണ്ട്. ഞാനൊരു യുക്തിവാദി തന്നെയാണ്. ദൈവമുണ്ട് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന, അതിൻ്റെ എല്ലാ യുക്തികളും അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു യുക്തിവാദിയാണ് ഞാനൊരു യുക്തിവാദി അല്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഒരു ബാലൻ്റെ കയ്യിലെ ചെറിയ ഭക്ഷണപ്പൊതി മറന്നു പോകരുത്. ഇനി ഇതിനു പകരം മനുഷ്യർ സാധാരണ ഏതവസ്ഥയിലാണ്? മടി പൂണ്ട് ജീവിച്ചിരിക്കുകയാണോ മരിച്ചിരിക്കുകയാണോ? ഇംഗ്ലീഷ് സാഹിത്യത്തിൽ 20-ാം നൂറ്റാണ്ടിൽ വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റിയ T.S. എലിയട്ട് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു നാടകമാണ്, കവിത നാടകം, ബേഴ്സ് ഡ്രാമ, മർഡർ ഇൻ ദ കത്തീഡ്രൽ. അതിൽ അദ്ദേഹം പറയുന്നത്, ആധുനിക മനുഷ്യൻ്റെ അവസ്ഥയെ സൂചിപ്പിച്ച് പറയുന്നത് ലിവിങ് ആൻഡ് പാർട്ട്ലി ലിവിങ്. ജീവിക്കുന്നുണ്ട്, പക്ഷേ എങ്ങനെയോ ജീവൻ്റെ ഏതോ ഒരു തുമ്പ് മാത്രം, ഒരു കോണ് മാത്രം കണ്ട്, ഒരു മിന്നൽ പോലെ കണ്ട് കണ്ണടയ്ക്കുന്നവരാണ്, ഇവിടെ നിന്ന് പോകുന്നവരാണ് മനുഷ്യർ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം നാം ഈ ഒരു ആശയത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിച്ചാൽ അവിടെ എന്താണ് പറയുന്നത്? കാൺമീൻ, നമ്മുടെ ചുറ്റും വലിയൊരു സാക്ഷികളുടെ വലിയൊരു സമൂഹം നിൽക്കുന്നു. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? നാം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തെ സ്ഥിരതയോടെ ഓടിത്തീർക്കുക എന്നുള്ളതല്ലേ. സ്ഥിരതയോടെ എന്ന് പറഞ്ഞാൽ സ്റ്റെഡ്ഫാസ്റ്റ്ലി വിത്ത് ഓൾ യുവർ സ്പിരിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഒളിമ്പിക്സൊക്കെ കണ്ടിട്ടുള്ളവരാണ്, അല്ലെ 100 മീറ്റേഴ്സ് അല്ലെ 200 മീറ്റേഴ്സ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതിൽ പങ്കെടുക്കുന്ന കായിക അഭ്യാസികൾ, അത്ലീറ്റ്സ്, അവരെ ഓടുമ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഓടുന്നത്, അല്ലെ ഊണിൽ ഉറക്കത്തിലാണ് ഓടുന്നത്, അല്ലെങ്കിൽ ലഹരി മരുന്ന് കഴിച്ച പോലെ കള്ളു കുടിച്ചതിനെ പോലെ കയ്യാല മുത്തിയാണ് ഓടുന്നത്, അല്ലല്ലോ. അവർ കത്തി ജ്വലിക്കുകയാണ്. അവരപ്പോൾ പ്രകാശമായി മാറുകയാണ്. എനിക്ക് സംഗീതത്തിൽ, ശാസ്ത്രീയ സംഗീതത്തിൽ വലിയ കമ്പമുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഡൽഹിയിലായിരുന്നപ്പോൾ ക്ലാസിക്കൽ മ്യൂസിക് കോൺസേർട്ട് മിക്കവാറും എല്ലാ വർഷവും അതിനുള്ളൊരു സീസണുണ്ട്, മിക്കവാറും എല്ലാം ഞാൻ കാണുമായിരുന്നു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ പണ്ഡിറ്റ് രവിശങ്കറെ പോലുള്ള ആളുകളാണെങ്കിലും, വിലായത്ത് ഖാനെ പോലുള്ള ആളുകളാണെങ്കിലും, അംഗദ് അലി ഖാനെ പോലുള്ള ആളുകളാണെങ്കിലും, അല്ലെങ്കിൽ കുമാർ ഗന്ധർവനെ പോലെയുള്ള വോക്കലിസ്റ്റ് ആണെങ്കിലും, അല്ലെങ്കിൽ പണ്ഡിറ്റ് ജസ്രാജ്, അങ്ങനെയുള്ള ആളുകൾ, അവർ പാടി അല്ലെങ്കിൽ അവരുടെ ഇൻസ്ട്രുമെൻ്റ് വായിച്ച് ഒരു ലെവലിലെത്തുമ്പോൾ അവരുടെ മുഖം പ്രകാശിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അത്ഭുതമാണ് അവസ്ഥ. അതെന്താണ്? അവർ അപൂർണതയിലേക്ക് പ്രവേശിച്ചു എന്നതാണ്. അപ്പോൾ അവർ വേറൊരു ലോകത്തിലാണ്. അവർ നമ്മയും കൊണ്ട് വേറൊരു ലോകത്തിലേക്ക് പോവുകയാണ്. അതൊരു അനുഭൂതി തന്നെയാണ്. മൈക്കൽ ആഞ്ചലോ പടം വരയ്ക്കുമ്പോൾ ഒരു വീഡിയോ ഒക്കെ വലിച്ച് അങ്ങും ഇങ്ങോട്ടും നോക്കി കോട്ടുവാക്കി ഇട്ടാണോ? ലോകം മുഴുവനും മറന്നുകൊണ്ടല്ലേ വരയ്ക്കുന്നത്, അല്ലേ? വേണ്ട, ഒന്നുമല്ലാത്ത ഞാനൊരു പുസ്തകം എഴുതുമ്പോൾ ഞാനിരിക്കുന്ന മുറിയിൽ ബോംബ് പൊട്ടിയാൽ ഞാൻ അറിയത്തില്ല. കാരണം എന്താണ്? പരിപൂർണമായ അബ്സോർപ്ഷൻ എന്ന് പറയും. അവിടെയാണ് എൻ്റെ സന്തോഷം. ആ അവസ്ഥയിൽ സന്തോഷം കൊണ്ട് ഹൃദയം നിറഞ്ഞ് കണ്ണ് നിറഞ്ഞ് ഞാനായിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണത പ്രാപിക്കുക എന്നതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ ആവശ്യം. മനുഷ്യൻ്റെ ശാപം എന്താണ്? മനുഷ്യൻ്റെ ദുഃഖം എന്താണ്? മനുഷ്യൻ്റെ ക്ഷാമം എന്താണ്? മനുഷ്യൻ്റെ അരിഷ്ടത എന്താണ്? അവനെല്ലാം അപൂർണമായി മാത്രം അറിയുന്നു. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാം ലേഖനത്തിൻ്റെ 13-ാം അധ്യായത്തിൽ ഇപ്പോൾ നാം ഭാഗികമായി മാത്രം അറിയുന്നു,
പൂർണ്ണമായത് വരുമ്പോൾ ഭാഗികമായത് മാറിപ്പോകും. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് സ്വർഗം എന്നാൽ എന്താണ്? എല്ലാറ്റിൻ്റെയും പൂർണ്ണത സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് സ്വർഗം. നരകം എന്താണ്? എല്ലാം അപൂർണതയിൽ ആണ്ടുപോയിരിക്കുന്ന ആ അവസ്ഥയാണ് നരകം. ആ സ്വർഗവും നരകവും ഈ ഭൂമിയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഈ ഭൂമിക്ക് അതീതമായൊരു സ്വർഗവും നരകവും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു, പൂർണ്ണതയുടെ സ്വർഗവും അപൂർണതയുടെ നരകവും ഈ ലോകത്തിൽ തന്നെയുണ്ട്. യേശു മനുഷ്യനെ വിടുവിക്കാനായി വന്നത് അപൂർണതയുടെ നരകത്തിൽ കിടന്ന് നശിക്കുന്ന മനുഷ്യരെ അവിടെ നിന്ന് വിടുവിച്ച് പൂർണ്ണതയുടെ സ്വർഗത്തിലേക്ക് ഈ ലോകത്തിൽ തന്നെ അതിൻ്റെ ആക്കാനാണ്. അതിൻ്റെ പേരാണ് ദൈവരാജ്യം. ദൈവരാജ്യം പൂർണ്ണതയുടെ രാജ്യമാണ്. അത് പൂർണ്ണതയുടെ രാജ്യമാണ്. അവിടെ ജ്വലിക്കുന്ന സൂര്യൻ്റെ പേര് പൂർണ്ണത എന്നാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത് നിങ്ങൾ സൽഗുണപൂർണ്ണരാകും. എൻ്റെ അർത്ഥം, പൂർണ്ണതയെ അന്വേഷിക്കുന്ന ഒരു കാഴ്ചപ്പാട്, അതിൽ നിന്ന് ഉദിക്കുന്ന ഒരു വ്യക്തിത്വം പ്രാപിപ്പാൻ നിങ്ങൾക്കിടയാകട്ടെ. അതിനപ്പുറത്ത് വേറൊരു അനുഗ്രഹമില്ല, അതിനപ്പുറത്ത് ഒരു സാധ്യതയുമില്ല. ഒരു ചെറിയ സമകാലീന ഉദാഹരണം കൂടെ പറഞ്ഞ് നിർത്താൻ പോവുകയാണ്. ഇപ്പോൾ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ മറുഭാഷ പറയുന്നത് നമുക്കറിയാം. അതിൽ ഒരു പ്രത്യേകമായ അർത്ഥമുണ്ട്. അത് മറുഭാഷ പറഞ്ഞ് ഇങ്ങനെ നിറഞ്ഞാടുന്ന പാസ്റ്റർമാർക്കോ അവരുടെ കൂടെ ആടുന്ന വ്യക്തികൾക്കോ അറിയാമോ എന്ന് എനിക്കറിയില്ല. അറിയാതിരിക്കാം, നമുക്കറിയില്ല എന്ന് പറയാൻ ഞാൻ ആരുമല്ല. അവർ കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ സന്തോഷം അനുഭവിക്കുന്നത് ഈ പൂർണ്ണത വരുമ്പോഴാണ്. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അവർ പുറപ്പെടുവിക്കുന്ന ശബ്ദം പൂർണ്ണതയുടേതല്ല. കാരണം അത് സത്യമല്ല എന്നതുകൊണ്ട്. അത് പ്രഹസനമാകുമ്പോൾ ഒരിക്കലും പൂർണ്ണതയല്ല. അതുകൊണ്ടാണ് തമ്പാറടിയുടെയും അട്ടഹാസത്തിൻ്റെയും മൃഗീയമായ ശബ്ദങ്ങളുടെ ആരവം കൊണ്ടാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. അപ്പോൾ ആ സംസാരം തന്നെ ഏതാണ്ട് കടപുടകളുള്ള വലിയ ശബ്ദ കോലാഹലമാണ് എന്ന ഈ ഒരു നികൃഷ്ടമായ ആശയത്തിൽ മനുഷ്യൻ തങ്ങിക്കിടക്കുന്നത് ഈ പൂർണ്ണത എന്നാൽ എന്താണ് എന്നതിനെപ്പറ്റി ആത്മീകമായി വകതിരിവില്ലാത്തതുകൊണ്ട് തന്നെയാണ്. അത് ഞാൻ ആരെയും കുറ്റപ്പെടുത്താനായിട്ട് പറയുന്നതല്ല, അതൊരു വസ്തുതയായതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ യേശു നടത്തിയ വളരെ ശ്രദ്ധേയമായ അർത്ഥ ഗാംഭീര്യമുള്ള ഒരു 10 പ്രസ്താവനകളെടുത്താൽ അതിൽ ഒരുപക്ഷെ അങ്ങ് മേലേക്കിടയിൽ നാം സ്ഥാപിക്കേണ്ട ഒരു പ്രസ്താവനയാണ് നിങ്ങൾ സൽഗുണപൂർണരാകുവിൻ എന്നുള്ളത്. പക്ഷേ അത് ക്രിസ്തീയ ഗോളം, ക്രിസ്തീയ സമൂഹം, സഭകൾ, വിശ്വാസികൾ പരിപൂർണമായി അവഗണിച്ചിരിക്കുന്നു. കാരണം അത് സാധ്യമല്ല. പാപികളായ ഞങ്ങൾക്ക് ഒരിക്കലും സാധ്യമല്ല. അങ്ങനെ സൽഗുണ പൂർണ്ണത പ്രാപിക്കാൻ മനുഷ്യന് സാധിക്കുമെന്ന് പറയുന്നത് തന്നെ പാപമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരവസ്ഥയിലാണ് നാം. ഇത് നികൃഷ്ടമാണ്, ഇത് അനാവശ്യമാണ്, ഇത് ഒഴിച്ചു കളയേണ്ടതാണ്, ഇത് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. യേശു പറയുന്നു നിങ്ങൾക്ക് സൽഗുണപൂർണ്ണത പ്രാപിപ്പാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്, സാധ്യതയുണ്ട്, അവകാശമുണ്ട്, മാത്രമല്ല ആവശ്യമുണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. ഞാൻ നിങ്ങളെ സൽഗുണപൂർണ്ണതയിലേക്ക് കൈപിടിച്ച് നടത്തുവാൻ വന്ന വഴിയാണ്. ഞാൻ വഴിയാണ്. ഐ ആം ദ വേ ടു ദ പെർഫെക്ഷൻ ദാറ്റ് യു നീഡ് ടു. നിങ്ങൾ സൽഗുണപൂർണ്ണത പ്രാപിക്കേണ്ട അവസ്ഥയിലേക്ക് നിങ്ങളെ വഴി നടത്താനായി വന്ന വഴിയാണ് ഞാൻ എന്നാണ് യേശു പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഈ കാതലായ ആത്മീയ പ്രബോധനത്തിൻ്റെ സത്യസന്ധമായ അർത്ഥം മനസ്സിലാക്കി നിരുത്സാഹപ്പെട്ടു പോകാതെ ഇതെല്ലാവർക്കും സാധിക്കാവുന്ന ലക്ഷ്യമാണ് എന്നത് മനസ്സിലാക്കി ഈ മുൻപോട്ടുള്ള പ്രയാണത്തിൽ നമുക്ക് സഹായിയായി പരിശുദ്ധാത്മാവിനെ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് പരിശുദ്ധാത്മാവ് സഹായി എന്ന് പറയുന്നത്. എന്തിനാണ് സഹായം? സൽഗുണപൂർണ്ണതയ്ക്ക് വേണ്ടിയാണ് സഹായം. പരിശുദ്ധാത്മാവ് എന്താണ്? പൂർണ്ണതയുടെ ആത്മാവാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം, പരിശുദ്ധാത്മാവ് വരുമ്പോൾ, കാര്യസ്ഥൻ വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടക്കും. സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നിങ്ങളെ വഴി നടത്തുന്ന പൂർണ്ണതയുടെ ആത്മാവാണ് പരിശുദ്ധാത്മാവെന്നാണ് യേശു പറയുന്നത്. പക്ഷേ അർത്ഥത്തിലൊന്നുമല്ല നമ്മൾ പരിശുദ്ധാത്മാവിനെ പറ്റി പറയുകയും മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും മറ്റുള്ളവരുടെ മുൻപിൽ നാടകം അഭിനയിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ വളരെ നിരാശാജനകമാണ്. ഇവയിൽ അടങ്ങിയിരിക്കുന്ന
ആത്മാർത്ഥതയില്ലായ്മ, നാടകീയമായ സങ്കല്പങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് മനുഷ്യർക്ക് പ്രയോജനമില്ലാത്ത ഈ ചപ്പും ചവറും മാറ്റിവെച്ചിട്ട് ലോകത്തിൻ്റെ വെളിച്ചമായ യേശു നൽകിയ പ്രബോധനങ്ങൾ, ഉത്ബോധനങ്ങളുടെ സത്യത്തിൽ, അതിൻ്റെ അർത്ഥത്തിൽ, അതിൻ്റെ ആത്മാവിൽ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രയോജനം ഉണ്ടാകത്തക്കവണ്ണം അത് പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് ഏവർക്കും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നതിൽ സഹകരിക്കുന്ന ഏവരോടുമുള്ള എൻ്റെ നന്ദിയും ബഹുമാനവും സന്തോഷവും അറിയിച്ചുകൊള്ളു.